ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ്. കാരണം രാത്രിയിൽ അടുക്കള ഒന്നും ഒതുക്കാതെ ആയിട്ട് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ കഴിക്കുന്ന പാത്രം ചെറിയ രീതിയിലൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് കിടക്കാറുള്ളത്. എന്നാൽ തീരെ വയ്യാത്തതുകൊണ്ട് അപ്പോൾ എന്തോ തലവേദനയൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടിയിരുന്നില്ല. രാവിലെ എണീക്കുമ്പോൾ ചെയ്യാമെന്ന് വെച്ചിരുന്നു. പക്ഷേ അത് രാവിലെ എണീറ്റപ്പോൾ 8ൻ്റെ പണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുക്കള അങ്ങോട്ട് കണ്ടപ്പോൾ ഉള്ള തലവേദന അങ്ങോട്ട് കൂടിയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുപോലെ നിരന്ന് കിടക്കായിരുന്നു. കാരണം ഒന്നും ചെയ്യാതെ ഞാൻ കയറി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം പാത്രം എല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കിയിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വേഗം കഞ്ഞിക്കെല്ലാം വെള്ളം ഇട്ട് ചോറുണ്ടായിരുന്നില്ല. ചോറ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മിനിഞ്ഞാന്നത്തെ ചോറ് ഇരിപ്പുള്ളതുകൊണ്ട് ഇന്നലെ രാത്രി മൊത്തം ആ ചോറ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ചോറ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ചോറ് ഞാൻ അങ്ങനെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ എണീറ്റ് ഞാൻ വേഗം കഞ്ഞിക്കെല്ലാം വെള്ളം ഇട്ടിട്ടോ. നല്ല രാത്രി വന്നപ്പോൾ ആറ്റുമീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. നീണ്ടു നിൽക്കുന്ന സൈസ് മീനാണ് കേട്ടോ. അപ്പോൾ അത് ഇന്നലെ കൊടുന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് വെട്ടാൻ അറിയത്തില്ല. ഞാൻ വെട്ടിക്കഴിഞ്ഞാൽ ശരിയാവില്ല. ചിലപ്പോൾ അതിൻ്റെ തോല് പറിക്കാൻ കൂടെ ദശയും കൂടെ പറഞ്ഞു. പിന്നെ മുള്ളു മാത്രമേ കഴിക്കാൻ കാണത്തുള്ളൂ. അതുകൊണ്ട് ഇക്ക എണീറ്റിറങ്ങാത് വെട്ടിയെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അതിൽ ഉപ്പിട്ടൊക്കെ നല്ലപോലെ കഴുകി ബാക്കി മസാല എല്ലാം കൂട്ടി വെക്കാൻ കേട്ടോ. സാധാരണ ഞാൻ ആറ്റുമീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സാധാ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇടുക, ഉപ്പിടുക, ഇച്ചിരി സുറുക്ക് ഒഴിക്കുക, അത്രയായിട്ട് ഇടയ്ക്കണം. അപ്പോൾ എനിക്ക് താത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പെരിഞ്ചീരകമൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. അതിനടുത്തൊരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നൊന്നും അങ്ങനെ വെക്കാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു കേട്ടോ. മസാലയൊക്കെ കൂട്ടി പെരിഞ്ചീരകം ഇതൊക്കെ ഇതിൻ്റെ കൂടെ അടിച്ചിട്ടുണ്ട്. എല്ലാ സാധനവും ഞാൻ അതിനകത്ത് ഇട്ടില്ല. എൻ്റെ കയ്യിലുള്ളത് മാത്രം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളേ. ഇതിലിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ പച്ചമുളക് കീറിയിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളി ചതച്ച് വെളുത്തുള്ളിയുടെ കൂടെ തന്നെ ഞാൻ പെരിഞ്ചീരം കൂടെ ഇടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇച്ചിരി സുറുക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി. കൈ കൊണ്ട് ഇളക്കാൻ പറ്റുന്നില്ല, മുള്ളു കൊണ്ട് കയറുന്നതുകൊണ്ട്. ഇതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. ഇക്കയും പിള്ളേരൊക്കെ കഴിക്കും. എനിക്കെന്തോ പണ്ട് തൊട്ടേ ഇഷ്ടമില്ല. കുഞ്ഞിലൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ എനിക്ക് വലുതായിട്ട് താല്പര്യമൊന്നും ഇല്ല കേട്ടോ. ഇക്കയും പിള്ളേരും കഴിച്ചുള്ളൂ. രാവിലത്തേന് കഴിക്കാൻ വേണ്ടിയിട്ടോ ഇത് വേഗം ആക്കി എടുക്കുന്നത്. ശേഷം നല്ലപോലെ മുള്ളുള്ള മീനായതുകൊണ്ട് പിള്ളേർക്ക് കൊടുക്കാൻ പേടിയാട്ടോ. ഭാത്തുവിന് തീരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ നല്ല മുരിച്ചെടുക്കുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഇനി ചോറ് തിളപ്പിക്കാനുണ്ടായിരുന്നു. മിഞ്ഞാന്നത്തെ ചോറാണ് കേട്ടോ. ചോറ് അങ്ങനെ കേടായി പോകത്തൊന്നുമില്ല. ഒരുപാട് വെന്ത് പോകാത്ത ചോറാണ്. ആ സൈസ് അരിയാട്ടോ ഇവിടെ മേടിക്കാറുള്ളത്. അപ്പോൾ പിള്ളേർക്ക് നമുക്ക് പിറ്റേന്ന് തിളപ്പിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. രാത്രി വരാണെങ്കിലും കല്ല് പോലെ കിടന്നോളും. മസന് പിന്നെ ഉച്ചയ്ക്കാണ് പരീക്ഷ ഉള്ളത്. അതുകൊണ്ട് പിന്നെ അവന്മാർ പതുക്കെ പൊക്കോളും. അവന്മാർ പോകുമ്പോഴേക്കും എന്തായാലും ചോറും കറിയൊക്കെ ആയിക്കോളെ. ആ പിച്ചുവിനെ സ്കൂളിൽ കൊണ്ടുവിടുന്ന വഴിക്ക് കാരണം മീൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരാമെന്നാണ് കറിക്കുള്ളത്. അപ്പോൾ അതാണ് പെട്ടെന്ന് വേഗം പണി ഒതുക്കുന്നത്. അപ്പോഴേക്കും എന്താ ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നേ. ആ ഒരു പെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പെയ്തിട്ടുണ്ടായില്ല, ചെറുതായിട്ട് ഇങ്ങനെ ചാറിയിട്ടുണ്ടായല്ലോ. പിന്നെ അങ്ങനെ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പാത്ത് വേണ്ടിയിട്ടുണ്ടായില്ല. പാത്ത് ഉറക്കാണല്ലോ എന്ന് ഓർത്തുന്ന ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെറുതെ ഇരിക്കുകയാണല്ലോ. ഉള്ളിയൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാലോ എന്ന് ഓർത്തപ്പോഴേക്കും അവൾ എണീറ്റിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറച്ച് നേരത്തിന് അടുക്കളയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആരുടെയും കയ്യിൽ ഇരിക്കാറില്ല കേട്ടോ. പിന്നെ ഭയങ്കര അലമ്പായിരിക്കേ. മുറിയിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും മനുഷ്യൻ അപ്പോഴേക്കും ആ മീനെടുത്ത് പൊരിച്ചിട്ടുണ്ടായിട്ട് ഞാൻ എന്നാൽ വീഡിയോ എടുക്കാലോ എന്ന് ഓർത്തിരുന്നതാണ്. അപ്പോൾ സാരിൽ അടുത്ത പ്രാവശ്യം ഇട്ടോന്നും എന്നോട് പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇവിടുന്ന് മാറിക്ക് ഞാൻ ചിലപ്പോൾ അടുത്തും കൂടെ എനിക്ക് കിട്ടത്തില്ല എന്നറിയാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്ന് അങ്ങോട്ടൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ മീൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട്. നമ്മൾ സാധാരണ മീൻ പോലെയല്ല, പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ചൂടൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ലപോലെ മുരിഞ്ഞ് കിട്ടുന്നത്, നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മളെ ആ ജീരകത്തിൻ്റെയും പെരുംജീരകത്തിനൊക്കെ നല്ലൊരു വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി മണം. നമ്മൾ ഈ കരിമീനൊക്കെ പൊള്ളിച്ച് അതുപോലത്തെ ഒരു മണം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ കോയിലേക്ക് വെച്ച് പോയി വാഴൻ്റെ എല്ലൊക്കെ വെട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പുഴമീനൊക്കെ വെക്കുമ്പോൾ നല്ല കപ്പയും കക്കറച്ചൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കൂടുതൽ ഈ മഴ പെയ്യുന്ന സമയത്താണ് ഇതുപോലെ ഐറ്റം തിന്നാനൊക്കെ ഏറ്റവും കൂടുതൽ തോന്നാറുള്ളത്. എന്തായാലും എനിക്ക് അങ്ങനത്തെ ഒക്കെ തോന്നാം കേട്ടോ. പഴയ നാടൻ ഐറ്റമൊക്കെ കഴിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം മാറ്റി നമ്മൾ പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. കാരണം ഇത് കഴിഞ്ഞ് ഇനി പിച്ചുവിനെ കൊണ്ടുവിടാൻ പോകണം. ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കൂടെ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ അവനെ താഴെ നിന്ന് ഓട്ടോ വിളിച്ചാണ് വിടാറ്. അവൻ തന്നെയുള്ളെങ്കിലും താഴെ നിന്ന് ഓട്ടോ വിളിച്ചു വിടും. പിന്നെ വരുവാണെങ്കിൽ താഴെ നിന്ന് തന്നെ വന്ന് ഇറങ്ങാൻ പറയും. മഴയാണെങ്കിൽ മാത്രം മോളിൽ വന്ന് ഇറങ്ങിയാൽ മതി എന്ന് പറയും കേട്ടോ. പിന്നെ ബസ്സിലൊക്കെ വിറോസ് പരീക്ഷ തുടങ്ങി പിന്നെ വിറോസ് പിന്നെ എപ്പോഴും ബസ്സിലാണ്. ബസ്സിൽ പരീക്ഷ തുടങ്ങിയ പിന്നെ എപ്പോഴും നടന്ന അല്ലെങ്കിൽ ബസ്സിനൊക്കെയാണ് വരാറുള്ളത്. അതേ പൊരിച്ച മീൻ ഇതെടുത്ത് പാത്രത്തിലോട്ടെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇക്കത് ഇച്ചിരി സലാഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഭംഗിയിരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ആ വെച്ചത് ഓരോ കൈകളായിട്ട് വന്ന് ഇങ്ങനെ ഓരോരുത്തരും എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തിന്നില്ല. ഒരു ചെറിയ കഷ്ണം കഴിക്കാൻ തന്നു. എനിക്ക് കിട്ടിയത് ആ ജീരകത്തിൻ്റെ ഒക്കെ ഇതായതുകൊണ്ട് ആ ചോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാൽ ഞാനവിടെ കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും പുറത്തേക്ക് പോകാമല്ലോ. എനിക്കപ്പോൾ പൊറോട്ട എല്ലാം മേടിച്ചെന്നാൽ മതി വന്ന് ഞാൻ ചോറുണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിനിടയ്ക്ക് പാത്തുമ്മ എളി കയറിയിട്ടുണ്ടായിരുന്നു, ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ. കുറച്ചൊന്ന് സോപ്പിട്ട് കഴിഞ്ഞാൽ എവിടെയും പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വേഗം പോയി ചെരുപ്പൊക്കെ ഇടാമെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ തിളച്ച് കിടക്കുകയാണ്. വരുമ്പോഴേക്കും ചോറ് പകുതിയെങ്കിലും ആയി കിട്ടുമെന്ന് ഓർത്ത് വേഗം അരി ഇട്ടിട്ട് പോകാമെന്ന് വെച്ചാൽ ആകെ തീർന്നെന്ന് പറഞ്ഞിട്ട് ഈ ചോറുകളിൽ മാത്രം തീർന്നിട്ടുണ്ടായി. ബാക്കി ഒരു പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വന്ന് കഴിഞ്ഞിട്ടാണ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ വിട്ടെറിഞ്ഞിട്ട് പോയി കഴിയുമ്പോൾ ഇരട്ടി പണിയായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പാറിക്കൊണ്ടിരിക്കുന്നത് മറ്റേ കണ്ണീച്ച പോലത്തെ സംഭവമാണ്. അടുപ്പിൻ്റെ അടുത്ത് ചൂടുന്നവർക്ക് വിഷയമൊന്നുമില്ല. അവിടെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് അവിടെ പൊതിഞ്ഞുകൊണ്ട് നടക്കണ്ട. ഇതൊക്കെ ഞാൻ അങ്ങനെ എടുക്കുന്ന വീഡിയോസിലൊക്കെ ഈ കണ്ണീച്ചുള്ളതുകൊണ്ട് എനിക്ക് മടിയായിരുന്നു വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ നോക്കുമ്പോൾ മിക്ക ആൾക്കാരെ വീട്ടിൽ ഇത് തന്നെ ഉണ്ടാകുന്നത്. പിന്നെ ഇപ്പോൾ ആ വിഷയമൊന്നുമില്ല കേട്ടോ. നമുക്കൊന്നും അവിടെ വെക്കാം. ഒരു സ്പൂണ് കഴുകി വെച്ചാൽ പോലും അതിൽ വന്ന് പൊതിയാറുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പാത്തൂനാണ് വലിയ ഉത്സാഹം കേട്ടോ പോകാനായിട്ട്. എവിടെയെങ്കിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളുള്ളപ്പോൾ ഇതുപോലെ രാവിലെ കാണി നാത്തൂനെ വീട്ടിലൊക്കെ കൊണ്ടുപോകും.
എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോകും രാവിലെ ആയതുകൊണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോയി കഴിഞ്ഞാൽ എവിടെ ഇങ്ങനെ പോയിട്ടില്ല കേട്ടോ. കാറിലാന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ വേഗം കവലയ്ക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിറങ്ങി. പക്ഷേ മുകളിലെത്തി കഴിഞ്ഞപ്പോൾ കാറിലല്ല പെട്ടിയാപ്പയിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. സത്യം എനിക്ക് ഇഷ്ടമേ ഇല്ല കേട്ടോ പെട്ടിയാപ്പയിൽ പോകാനായിട്ട്. വേറൊന്നുമില്ല, ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ശ്വാസം മുട്ടുന്ന പോലെ തോന്നും, തീരെ ഇടയില്ലാട്ട് ഇരിക്കാനായിട്ട്. പോകുന്ന വഴിക്കൊക്കെ ഇക്കാലത്ത് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണോ രണ്ടുപേരും ഇതിനകത്ത് കച്ചവടത്തിനൊക്കെ ഇരുന്ന് പോകുന്നത്? ചിലപ്പോൾ 3 പേരൊക്കെ ഇരുന്ന് പോകുന്നത് കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊണ്ട് പെണ്ണുങ്ങൾക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടായിരിക്കാം. അവർ ആകുമ്പോൾ ഒതുങ്ങി അങ്ങോട്ടൊക്കെ തിരിഞ്ഞു മറിഞ്ഞിരുന്നോളും. പിന്നെ പാത്തും കൂടെ കയ്യിലുള്ളതുകൊണ്ട് എനിക്ക് പാടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദയിച്ചുവിനെ സ്കൂളിൽ ഇറങ്ങിയിട്ട് നേരെ നാത്തൂൻ്റെ വീട്ടിലോട്ടാണ് വന്നത്. കുറേ ആയിക്കൊണ്ട് വന്നിട്ട് ഉമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരാറുണ്ട് പാത്തുവിനെ. അപ്പോൾ കാരണം നമുക്കൊന്ന് പോയിട്ട് വരാനിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് അവളവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. അവൾ അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നുള്ളൂ. അപ്പോൾ ഇത്തവൾ ചെല്ലുന്നത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കും. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ച് സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പ്രൈവസിയും നോക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ കൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കുള്ള പൊറോട്ട മേടിക്കാൻ വേണ്ടി എനിക്ക് അവിടെ കയറിയിട്ടുണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ ശരിയാവത്തില്ല, കാരണം വിശന്ന് വയറൊക്കെ വെച്ച് വിളക്ക് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവർ കഴിച്ച് കഴിഞ്ഞ് ഞാൻ രാത്രി അധികം കഴിക്കാറില്ല. ഇപ്പോൾ എന്താണെന്നറിയില്ല, രാത്രിക്ക് ഇപ്പോൾ ഒത്തിരി കഴിക്കാൻ തോന്നാറില്ല കേട്ടോ. അതുകൊണ്ട് എണീക്കുന്നത് ഭയങ്കര വിശപ്പായിരിക്കും. എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് ഓർത്ത് ഞാൻ പിന്നെ കഴിക്കാതിരുന്നതാണ്. അപ്പോൾ കറിക്ക് മീൻ മേടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇക്കതേ വളർത്താനുള്ള മീൻ മേടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നേ. അതങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ കയറിയതാണ് കേട്ടോ. ഇക്കാക്കും പിള്ളേർക്കൊക്കെ ഈ ഒരു പ്രാന്ത് നല്ലപോലെ ഉണ്ട്. എനിക്കെന്തോ ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇക്ക പിന്നെ ചെന്ന് പറഞ്ഞത് മേടിക്കാനുള്ള മീനെല്ലാം തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് പിന്നെ അതിനുള്ള താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് ചുറ്റിയടിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേറൊരു കടയാണ് കേട്ടോ, നല്ല രസം. അതിൻ്റെ ഉള്ളിൽ കയറി പോയിട്ട് ഒരുപാട് വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട്. നമുക്ക് മേടിച്ചില്ലെങ്കിലും നല്ല രസം കാണാനായിട്ട്, നല്ല ക്ലിയറിലൊക്കെ കിടക്കുന്നുണ്ടാവും. ഇതിങ്ങനെ കണ്ടിട്ട് ഒരു സൈസ് മങ്ങിയ പോലെ കിടക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളം മതിയാന്നുള്ളതുകൊണ്ടായിരിക്കാം എല്ലാം നോക്കി കഴിഞ്ഞത്. ഇക്ക മുകളിലൊരു ഷാർക്കിനെ കാണിച്ച്, ഒന്നല്ല കുറേ എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷാർക്കൊക്കെ ഇങ്ങനെ ഇതിനകത്ത് വിൽക്കാറുണ്ടോ ചോദിച്ചു. ഈ മുകളിൽ കാണുന്ന കേട്ടോ ഷാർക്ക്. അത് എന്നെ കണ്ടപ്പോഴേക്കും എല്ലാം കൂടെ ഒരു കൂട്ടത്തോടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ വെപ്രാളൊക്കെ കണ്ട് ഷാർക്ക് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഷാർക്ക് എന്ന് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്, എനിക്കറിയത്തില്ലേ. അത് പിന്നെ എല്ലാത്തിനെയും കണ്ടിട്ട് ആകെ വരണ്ടിരിക്കുകയാണ് കേട്ടോ. ആരുടെ കയ്യിൽ അങ്ങനെ പോകണോ ഇല്ല, ഇതെല്ലാം കൂടെ അങ്ങനെ കൂടെ ഓടുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു വലിയൊരു സൈസ് മീനുണ്ട് കേട്ടോ. അതും കൂടെ കണ്ടപ്പോൾ പാത്തുവിന് ഭയങ്കര പേടിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിൻ്റെ തീരെ കുഞ്ഞിതിനൊന്ന് കാണിച്ചു. അവർ പറഞ്ഞു വേണേൽ മേടിച്ചോ, ഇത്ര ആയി കിട്ടുമെന്നൊന്നും ഇക്കാരണം വലിയ ഉറപ്പൊന്നും കാണുന്നില്ല. അവരത്രയും വലിയതിനെ കൊണ്ടിട്ടിട്ട് ചെറുതിനെ വിറ്റൊഴിക്കുന്നതാണെന്ന് ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും വലിപ്പം നമ്മൾ ചിലപ്പോൾ വളർത്തിയാൽ വലിയ, പിന്നെ അതുപോലെ അതിനെ നോക്കുകയും വേണം. നമുക്ക് ഇതിനിടയ്ക്ക് എന്തായാലും നോക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്കുന്ന കുറേ അശരിയൊക്കെ കേൾക്കണമെന്ന് ശ്രദ്ധിക്കാൻ പോകണം കേട്ടോ. ഒരാളുടെ ബുക്കും പേനെടുത്ത് ഭയങ്കര പഠിത്തത്തിലാണ് കേട്ടോ. പഠിക്കേണ്ട സമയത്ത് പഠിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ അതെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നല്ല പണിയുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. എവിടെയെങ്കിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കുറച്ച് നേരം കിടക്കണം. പണിയൊക്കെ തീരുവാണെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് കിടക്കാം. പക്ഷേ എനിക്ക് ചെന്നിട്ടൊന്നും കിടക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ. ഒന്നൊന്ന് തുടങ്ങാനുള്ള പണിയുണ്ട്. ഇനി ചോറിൻ്റെ തീയൊക്കെ കെട്ടുപോയിട്ടുണ്ടാവും. അതെല്ലാം കത്തിച്ചിട്ട് വേണം എല്ലാം ഒന്ന് തുടങ്ങാനായിട്ടോ. അപ്പോൾ ഈ മീനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വലിയ മീനാട്ടോ. ഇതിൻ്റെ പേര് തന്നെ എനിക്ക് അധികം പിള്ളേർ എന്തൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയത്തില്ല എന്നാ പേരാന്നേ. ഞാൻ ഇതിനെ സിലോപ്പിയ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിലോപ്പിയ എന്നല്ല, വേറെന്തൊരു പേരാണ്. ഞാൻ കടയിൽ നിന്ന് ഇറങ്ങുന്നവരെ ഇതിൻ്റെ ചോട്ടിൽ തന്നെയായിരുന്നു ക്യാമറയും പിടിച്ചോണ്ട്. പാത്തും ആദ്യം കണ്ടപ്പോൾ പേടിച്ചെങ്കിലും പിന്നെ കുറച്ച് നേരമൊക്കെ ചില്ലിലൊക്കെ തൊട്ടും തോണ്ടിയൊക്കെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇറങ്ങുന്നവർ ഈ കാലത്ത് ഞാൻ പറയുന്നുണ്ട്, ഇതിന് കുഞ്ഞിനെ മേടിക്കുക, നമുക്ക് വളർത്താം. പക്ഷേ മുഷീനെ നമ്മൾ വളർത്തുന്ന പോലെ ഇതിനെ വളർത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ നല്ലപോലെ നോക്കുന്നവരുണ്ടേ കുഴപ്പമില്ലേ. നമ്മളൊക്കെ കൊണ്ടുപോയി 2 ദിവസം തീറ്റ കൊടുക്കും, പിന്നെ അത് അതിൻ്റെ പാട്ടിന് എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ടിരിക്കുക. എനിക്ക് പറ്റത്തില്ല കേട്ടോ ഇതിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട്. പക്ഷെ കണ്ടപ്പോൾ ഒരു രസം വളർത്താനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് പോലും നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, വെറുതെ അവിടെ പോയി നിന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുഞ്ഞൊരു മീനിനെ മേടിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇവിടുന്ന് നേരെ ചീര തപ്പിക്കൊണ്ടുള്ള നടപ്പാണ്. കാരണം ഞങ്ങൾ ഒത്തിരി തപ്പി കുറേ കടയിൽ പച്ചക്കറി കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ചിലതൊന്നും കൊള്ളത്തില്ല, പിന്നെ നോക്കിയപ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ചീര എല്ലാം മേടിച്ചു. അത് കിട്ടിയെന്ന് എൻ്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ കുറേ കിടന്ന് ഓടിയിട്ടുണ്ടായിരുന്നു ചീരയ്ക്ക് വേണ്ടി. അപ്പോൾ ഇന്നലെ ഫോണിനകത്ത് ചീരത്തോരൻ അങ്ങോട്ട് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നിൽക്കാണ്ട് ഞാൻ പറഞ്ഞു ചീരയിലും മേടിക്കണം എന്നിട്ട്. അപ്പോൾ ചീര അതിൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പാത്തുവിനും ഭയങ്കര ഇഷ്ടമാണ് തോരനൊക്കെ വെച്ച് കൊടുക്കാനായിട്ട്. അതാണ് പിന്നെ മെയിനായിട്ട് മേടിപ്പിച്ചത്. അങ്ങനെ അവിയലിനുള്ള കഷ്ണം മേടിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ കാരണം അവിയൽ ഉണ്ടാക്കാനേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. അത് ആ ഒരു പ്രതീക്ഷയിലാണ് ഈ അവിയലിന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇക്കാൻ്റെ പ്രതീക്ഷയെല്ലാം തെറ്റിപ്പോയി. അന്നത്തെ ആ ടേസ്റ്റ് ഒന്നും ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായി. എനിക്കും തോന്നിയില്ല കേട്ടോ. എന്താ സംഭവം എന്നറിയത്തില്ലേ. പിന്നെ ആകെ തിരക്ക് പിടിച്ച് വെപ്രാളപ്പെട്ടാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ വന്നു കഴിഞ്ഞൊരു യുദ്ധമായി കേട്ടോ. എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. തുണി കഴുകാനുണ്ട്. പിന്നെ മഴക്കോളൊന്നും വലുതായിട്ടില്ലാത്തതുകൊണ്ട് തുണിയൊക്കെ വേഗം ഞാൻ വിരിച്ചിട്ട് ആ സമയം കൊണ്ട് ഇക്കതേ ചീരൻ്റെ ഇല കരിഞ്ഞ് വെച്ചിട്ടുണ്ടായി. ഞാൻ വേഗം ചതക്കുകയും ചെയ്ത്, കാരണം ഒരു മിക്സി തന്നെ എല്ലാം കൂടെ ഒന്നിച്ചാക്കാൻ നിർത്തിട്ട് ഇതാക്കിയിട്ട് വേണം നമുക്ക് കറിക്കുള്ളാക്കാനായിട്ട് കേട്ടോ. അവിയൽ വെക്കുന്നത് ഞാൻ വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല. അന്ന് നമ്മൾ വെച്ച് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. അവിയനുള്ള ഞാനൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി, ലാസ്റ്റ് ആട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള വേഗം ചതച്ച് വെക്കുകയാണെങ്കിൽ
കഴിഞ്ഞ് പിന്നെ പാത്ത് എണീക്കത്തില്ല. അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് മിക്സിയുടെ കൊച്ച കെട്ടിഞ്ഞാൽ വലിയ പാടാണ്. പക്ഷേ സ്കൂളിൽ പരിപാടിക്ക് സ്പീക്കറിൻ്റെ ചോട്ടിലാട്ടോ പാത്തൂരും കൊണ്ട് ഞാൻ ഇരുന്നിട്ട് വേറെ സ്ഥലം ഉണ്ടായിരുന്നില്ല, കസേരയും കൊണ്ട് അവിടെ ഇട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആൾ നല്ല ഉറക്കമായിരുന്നു. ആ സ്പീക്കറിൻ്റെ ചോട്ടിൽ 2 സ്പീക്കർ ഉണ്ടായിരുന്നു, ഞങ്ങൾ കുറച്ചപ്പുറത്തും പിന്നെ തൊട്ടടുത്തും. അത്ര ഒച്ച കേട്ടിട്ട് പാത്തു എണീറ്റില്ല. പക്ഷേ എന്താണെന്നറിയില്ല, വീട്ടിൽ എന്തെങ്കിലും ഒരു പാത്രം വെക്കുന്ന ഒച്ച കേട്ടാലോ മിക്സി ഓണാക്കുന്ന ഒച്ച കേട്ടാലോ അവൾ എണീക്കുക, എന്താ സംഭവം എന്നറിയത്തില്ല കേട്ടോ. അങ്ങനെ ഇതേ മിക്സിയൊക്കെ വേഗം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് വെച്ചപ്പോൾ ഇച്ചിരി വെള്ളം കൂടിപ്പോയി. ഞാൻ തിരക്ക് പിടിച്ച് വെച്ചോണ്ടാണെന്ന് അറിയത്തില്ല, വെള്ളം കൂടിപ്പോയി. പിന്നെ അന്നത്തെ അത്ര ഒരു ടേസ്റ്റും കിട്ടുന്നില്ലായിരുന്നേ. പിന്നെ സാരമില്ല, തിരക്ക് പിടിച്ച് വെക്കാനും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. തൈര് ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, തേങ്ങയുടെ കൂടെ തന്നെ ചേർത്തേ. ചിലപ്പോൾ അതായിരിക്കാം ടേസ്റ്റ് വ്യത്യാസം വരുന്നത്. അത്യാവശ്യം കുറുകി തണുത്തെല്ലാം കഴിഞ്ഞപ്പോൾ നല്ല കട്ടിയായി വന്നിട്ടുണ്ടായിരുന്നേ. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് കുറ്റം കുറവൊന്നും കണ്ടുപിടിക്കാൻ മാത്രം എനിക്കൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വേവുന്നതിന് മുന്നേ എടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഈ കാരണം അങ്ങ് വെന്തിട്ടുണ്ടായി ഷവർ പോലെ. പക്ഷേ ഞാൻ കഴിച്ചപ്പോൾ കുഴപ്പമില്ല, എല്ലാ പച്ചക്കറിയും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ കഴിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടം കൊണ്ട് വീഡിയോ നിർത്തുകയാണ് കേട്ടോ. തോരനും അച്ചാറും പിന്നെ നമ്മുടെ അവിയലും, ഇത്രയുള്ള ഇന്നത്തെ കറികളെ. വൈകുന്നേരം പിന്നെ ഷവായിക്ക് മേടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് എന്നെ കണ്ട് ഭ്രാന്ത് വരുന്നറിയാവുന്നതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ഒരുപാട് പേര് നമ്മൾ ഫാമിലി കേട്ടിട്ടുണ്ട്. ഒരാൾ ഇന്നലെ കയറി, ആരും ഇറങ്ങിപ്പോയി, പിന്നെ തിരിച്ച് 2 പേര് കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ വൈറ്റ് സ്റ്റുഡിയോ നോക്കുന്നത്, രാവിലെ രാത്രിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമ്മൾ ഫാമിലിയിൽ കയറട്ടെ, കണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ നല്ല വിട്ട് പിന്നെ കാണാം. ബൈ ടാറ്റാ.